പിന്നെ നമ്മുടെ ആരോഗ്യ മേഖല ഇനിയും വികസിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശുപത്രികൾ ഉൾപ്പെടെ എത്രയോ ഉയർന്ന ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൻ്റെ 7 അയലത്ത് പോലും വരില്ല മറ്റു സംസ്ഥാനങ്ങൾ. എങ്കിലും ഇവിടെ സർക്കാർ ആശുപത്രികളിൽ ഇനിയും പരിഹരിക്കേണ്ട അപര്യാപ്തതകൾ ഏറെയുണ്ട്. കാലതാമസം, മരുന്നുകളുടെ ലഭ്യത, ഉപകരണങ്ങളുടെ അപര്യാപ്തത, ചിലയിടങ്ങളിൽ കെട്ടിടങ്ങളുടെ അപര്യാപ്തത, ശുചിത്വ പരിപാലനത്തിലെ അപര്യാപ്തതകൾ മുതലായവ. ജനത്തിരക്കനുസരിച്ച് മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. സീരിയസ് ആക്സിഡൻറ്റ്, മറ്റ് എമർജൻസി സീരിയസ് കേസുകൾ എന്നിവയ്ക്കെല്ലാം മെഡിക്കൽ കോളേജുകളെ മാത്രം, പിന്നെ കുറച്ചൊക്കെ ജില്ലാ ആശുപത്രികളെയും മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന പ്രശ്നം ഇവിടെയുണ്ട്. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ കൂടി കാലാനുസൃതമായി വികസനം നടന്നാലേ മെഡിക്കൽ കോളേജുകളിലെയും ജില്ലാ ആശുപത്രികളിലെയും തിരക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ടെസ്റ്റുകളും നടത്താൻ മെഡിക്കൽ കോളേജിലൊക്കെ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ 6 മാസം വരെയൊക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോഴേക്കും ചില രോഗികൾ മരിച്ചിരിക്കും. സൗജന്യ ചികിത്സയെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണലും മരുന്ന് ലഭിക്കലും കിടത്തി ചികിത്സിക്കലും കാലതാമസം കൂടാതെ സർജറികൾ നടത്തുന്നതും ടെസ്റ്റുകളും റിസൾട്ടുകളും കിട്ടുന്നതും ഒക്കെ പൂർണ്ണാർത്ഥത്തിൽ ലഭ്യമാക്കുന്നതാകണം. ആശുപത്രികളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും അപര്യാപ്തതകൾക്കും കൂടുതൽ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ നിലയിലേക്കൊക്കെ പുരോഗമിക്കുവാൻ ഇനിയും സർക്കാരിൻ്റെ ശക്തമായ നടപടികളും ഇടപെടലുകളും ഒക്കെ തന്നെ ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ കാര്യത്തിലൊക്കെ സമീപകാലങ്ങളിൽ ഉണ്ടായ വികസനത്തിന് ആനുപാതികമായ ഒരു ഫണ്ടിങ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വികസന ഫണ്ടിങ്ങിൽ വിദ്യാഭ്യാസ മേഖലയേക്കാൾ കൂടുതൽ പ്രാധാന്യം ആരോഗ്യ മേഖലയ്ക്ക് നൽകണം. ഈ കാലത്തൊക്കെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നടപ്പിലാക്കിയിട്ടുള്ള ഫണ്ടിങ്ങിലെ വ്യത്യാസങ്ങൾ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ കണക്കൊന്നും അറിയില്ല. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം, കൂടുതൽ പണം ഒക്കെ തന്നെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ സർക്കാർ പള്ളിക്കൂടങ്ങളിലൊക്കെ നല്ല കെട്ടിടങ്ങളും ഒക്കെ വന്നല്ലോ, നന്നായിട്ട് മോടി പിടിപ്പിച്ചല്ലോ. പക്ഷേ ആ ഒരു രീതിയിലേക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് ആശുപത്രികളുടെയൊക്കെ കാര്യത്തിൽ ഒരു പുരോഗതി ആനുപാതികമായി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആശുപത്രികൾക്കാണ് കൂടുതൽ സൗകര്യമുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരേണ്ടത്. എല്ലാറ്റിലും ഉപരി സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിലുടനീളം കഴിയാവുന്നത്ര എണ്ണം സൗജന്യ ഡയഗ്നോസിസ്, അതായത് രോഗനിർണയ കേന്ദ്രങ്ങൾ ആരംഭിച്ചാൽ അത് വലിയ ഉപകാരമായിരിക്കും. കാരണം ഭീമമായ തുകയാണ് സ്വകാര്യ ഡയഗ്നോസിസ് കേന്ദ്രങ്ങളും അതുപോലെ ലാബുകളുമൊക്കെ രോഗനിർണയത്തിനായിട്ട് ഇന്ന് ഈടാക്കുന്നത്. ആപേക്ഷികമായി കേരളത്തിലെ ആരോഗ്യ മേഖല നേടിയ അഭൂതപൂർവമായ വികസനത്തെ മുഖവിലക്കെടുക്കാതെ അല്ല ഇത് പറയുന്നത്. നമുക്കിനിയും ആരോഗ്യ മേഖലയിൽ ഏറെ മുന്നേറേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ആരോഗ്യമേഖല ആർജിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെ കുറച്ച് കാണുന്ന ഒന്നല്ല ഇത്. ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ഉപകരണങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിവാദം നടക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റ് ഞാൻ ഇടുന്നത്. നിലവിൽ അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചു പോകാൻ ഭാവിയിൽ നമുക്ക് കഴിയണം. കാരണം സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെയധികം മുന്നേറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിലും കേരളത്തിലെ എല്ലാ മേഖലകളുടെയും വികസനത്തിന് ആനുപാതികമായിട്ട് കുറച്ചുകൂടെ വികസനം നമ്മുടെ ഈ മേഖലയിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ തിരക്ക് നമ്മളൊന്ന് കാണണം. അവിടെ ചില സമയത്ത് സൂചി കുത്തായ ഇടം കാണില്ല. വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും ബെഡ് കിട്ടുന്നില്ല. സമയത്ത് സർജറിയൊക്കെ നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒക്കെ തന്നെ യഥാസമയം കിട്ടാതെ പോകുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാലതാമസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള ഈ പല അതിനകത്തുള്ള മെഡിക്കൽ ഷോപ്പുകളാണെങ്കിൽ അവിടെയുള്ള ഈ ഡയഗ്നോസിസ് സെൻ്ററുകൾ, ലാബുകൾ, ഇതൊക്കെ ആണെങ്കിൽ എല്ലാം ഒരുമാതിരി വാരി വലിച്ചിട്ടതുപോലെയാണ്. അവിടെ രോഗികളോടൊപ്പം വരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഒന്ന് സംവിധാനപ്പെടുത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടെയൊക്കെ പരിഹരിക്കാൻ സ്വകാര്യ ആശുപത്രികളിലൊക്കെ അങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടേണ്ടി വരുന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരു രോഗി ഇപ്പോൾ ഒരു ആക്സിഡൻറ്റുമായിട്ടൊക്കെ ഒരാളെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ആ കൂടെ പോകുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യത്തിനായിട്ട് ഇപ്പോൾ എക്സ്റേ എടുക്കുന്നതിനായാലും
ടെസ്റ്റുകൾ നടത്തുന്നതിനായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒരുപാട് ഓടേണ്ടി വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുമാതിരി വാരി വലിച്ചിട്ട പോലെയുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ വളരെ നന്നായിരിക്കും. ആരോഗ്യമേഖല എന്തായാലും സർക്കാരിൻ്റെ കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്.